ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കഷ്ണം പടവലങ്ങയും അതുപോലെ തന്നെ ഒരു സവോളയും പിന്നെ 2 മുട്ടയും 2 3 ഒക്കെ എടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് നമുക്കൊരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കടായോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് 2 3 4 ആയി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കണേ. ഇനി നമ്മൾ പടവലങ്ങയും അതുപോലെ തന്നെ സവോളയൊക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പടവലങ്ങയ്ക്ക് വെള്ളമുള്ളൊരു സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവൂ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും, ഇതിന് കാന്താരി തന്നെ വേണേ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് അമ്മിയിലൊക്കെ ആയിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് പടവലങ്ങയൊക്കെ ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തു. ഇനി നടുഭാഗം ഒന്ന് കുഴിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചുറ്റുപാടും ഒന്ന് നീക്കി കൂട്ടി ഒതുക്കി മൂടി അങ്ങ് വെച്ച് കൊടുക്കാം. അരപ്പൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളമയം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് വറ്റി കിട്ടണം. പടവലങ്ങയ്ക്ക എന്ന് പറയുമ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവം കൂടാണ്. കാരണം നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ മാറാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 മുട്ടയില്ലേ അത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പടവലങ്ങ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടല്ലോ അവർ നല്ല പൊന്നേ പോലെ കഴിച്ചോളും. പിന്നെ ഈ ഒരു തോരൻ ഉണ്ടാക്കണമെങ്കിൽ കാന്താരി ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പച്ചമുളകും കുഴപ്പമില്ല, എന്നാലും എന്തോ കാന്താരിക്കാണ് ടേസ്റ്റ്. ഇനി മുട്ട ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തട്ടിപ്പൊത്തി നീക്കി കൂട്ടി അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി ചിക്കി തോർത്തി അങ്ങ് എടുത്താൽ മതി. നല്ലോണം ചിക്കി ഇളക്കി തോർത്തി എടുക്കണേ. ചോറ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരിയും പേരുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിയാറായി. നല്ലോണം ചിക്കി തോർത്തി ഡ്രൈ ആക്കി ഇങ്ങ് എടുത്താൽ മതി. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു നാടൻ കറിയാണ്. പണ്ട് മുതലേ നമ്മളത് ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എപ്പോഴെങ്കിലും പടവലങ്ങയും മുട്ടയും കാന്താരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഒന്നിടണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.